ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയെയും നഴ്സിനെയും പ്രതി ചേർക്കും. മെഡിക്കൽ സംഘത്തിന്റെ അനുമതി ലഭിച്ചാലുടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത കത്രിക നാളെ കോടതിയിൽ ഹാജരാക്കും. ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അമൃത ആശുപത്രി അധികൃതർ അറിയിച്ചു. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, നിലവിൽ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് എഫ്ഐആർ ഉള്ളത്. ഷാഹിദയുടെ കാര്യത്തിലാണെങ്കിൽ നഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ വകുപ്പ് തല നടപടി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കേസ് എടുത്തിട്ടില്ല. എന്താണ് പോലീസിന്റെ തുടർ നീക്കം? എന്തൊക്കെ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കണം അർജുൻ മട്ടന്നൂർ? റീജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് പോലീസ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൽ മറ്റുള്ളവരെ കൂടി പ്രതി ചേർക്കാൻ തന്നെയാണ് സാധ്യത. അന്ന് ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്ന ലളിതാംബികയെ മാത്രമാണ് നിലവിൽ പ്രതി ചേർത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ ശസ്ത്രക്രിയ നടത്തിയ അസോസിയേറ്റ് പ്രൊഫസറായ ജെ ഷാഹിദ, അതോടൊപ്പം തന്നെ നഴ്സായ PS ധന്യ എന്നിവർക്കെതിരെയും കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. അവരെയും പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നോ നാളെയോ ഇതിനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത. ഇന്നലെ കത്രിക പുറത്തെടുക്കുകയും അത് പോലീസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ശസ്ത്രക്രിയ ഉപകരണം അത് നാളെ തന്നെ കോടതിയിൽ സമർപ്പിക്കാനാണ് സാധ്യത. ഇന്നലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്, അതോടൊപ്പം തന്നെ സർജറി വിഭാഗം മേധാവി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ശസ്ത്രക്രിയ അടക്കം നടത്തി ഈ ശസ്ത്രക്രിയ ഉപകരണം പുറത്തെടുത്തത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അമൃത ആശുപത്രി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഈ രണ്ടുപേരെയും, അതായത് ഈ ഷാഹിദയും അതോടൊപ്പം തന്നെ ധന്യയും വകുപ്പ് തല നടപടി, അതായത് സസ്പെൻഷൻ, ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇവരെ പ്രതി ചേർക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കാൻ പോകുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ട്, ഒരു ഭാഗത്ത് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പോലീസിന്റെ നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആരോഗ്യവകുപ്പിനെതിരെ, മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊച്ചിയിൽ.